ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ട്യൂസ്ഡേയിലത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഇന്നത്തെ ദിവസത്തെ മിനി വ്ളോഗായിട്ട് മോർണിംഗ് റുട്ടീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാ ദിവസവും രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും കഴിയും. ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ 9 മണിക്ക് പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നാട്ടിൽ നിന്ന് ഇങ്ങനെ ചീര കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ 2-3 തണ്ട് ഇങ്ങനെ ഒടിച്ച് നമ്മുടെ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 ചെടികളെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പോൾ നമുക്ക് ചീരയൊക്കെ എവിടെ കൊണ്ടിട്ടാലും വളരുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ വെച്ച് നോക്കിയതാണ്. വളരുന്നെങ്കിൽ വളരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒന്ന് ജസ്റ്റ് ആ സ്റ്റെപ്പും കൂടി ഒന്ന് കഴുകിയിട്ടു. ചുമ്മാതെ ആ ഒരു ബക്കറ്റിൽ വെള്ളം ഒന്നെടുത്ത് ഒഴിച്ചതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ചെറിയ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ആകെ അലമ്പാക്കി ഇട്ടേക്കുമായിരുന്നു. എല്ലാ സാധനങ്ങളും വലിച്ചുവാരി ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡബിൾ ഡക്കർ ബെഡ് മേടിച്ചതിന് ശേഷം ഭയങ്കര പാടാണ് ഇങ്ങനെ ഈ ഷീറ്റൊക്കെ വിരിച്ചിടാനും ഒതുക്കി വയ്ക്കാനും ഒക്കെ. അപ്പം ഇതിൽ ആമി മാത്രമാണ് ഇങ്ങനെ കിടക്കുന്നത്, എപ്പോഴും കിടക്കത്തില്ല കേട്ടോ. അവളിങ്ങനെ കളിക്കാനൊക്കെയാണ് ഈ ഒരു ബെഡിൽ വന്ന് ഇരിക്കാറുള്ളൂ. പിന്നെ കുറച്ച് തുണികൾ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട് വൃത്തിയായിട്ട് ഒതുക്കി ഇട്ടേക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യം വേറൊന്നു തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള കുട്ടികളാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്നത് കാണുമ്പോഴത്തേനും അവരും ആ ശീലങ്ങളൊക്കെ ഒന്ന് പഠിച്ചോളും. അപ്പോൾ ഞാനെപ്പോഴും മാക്സിമം വീട് വൃത്തിയാക്കി ഇടാനാണ് ശ്രദ്ധിക്കുകയുള്ളൂ. എത്ര വയ്യെങ്കിലും കിച്ചണാണെങ്കിലും വീട്ടിനുള്ളിലാണെങ്കിലും ഒക്കെ മാക്സിമം ഒതുക്കി വെക്കാനായിട്ട് നോക്കും. പിന്നെ ആമിയുടെ പഴയ ടെക്സ്റ്റ് ബുക്കൊക്കെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ബുക്സൊക്കെ ഞാനെടുത്ത് ഒരു ചാക്കിലേക്ക് ആക്കി കെട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ LKG UKG എല്ലാ ടെക്സ്റ്റ് ബുക്സും വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ പുറത്തങ്ങനെ കൊടുക്കാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഓരോ വർഷത്തേത് ഇങ്ങനെ ഓരോ ചാക്കിലായിട്ട് കെട്ടി ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്സൊന്നും അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ജൂൺ 10-നാണ് ഇവർക്ക് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത്. അതിന് തൊട്ട് മുന്നേ ആയിരിക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവർക്ക് ലഞ്ച് ബാഗും സ്കൂൾ ബാഗും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ തരും. പിന്നെ റഫ് നോട്ടിന് വേണ്ടിയിട്ട് 2-3-4 എണ്ണം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സാധനം എടുത്തപ്പോഴത്തേക്കും. അപ്പോൾ എന്നോട് ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആമിയുടെ സ്കൂൾ എപ്പോഴാണ് തുറക്കുന്നത്, സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോന്ന്. ശ്രീദേവി എന്നോ മറ്റോ പേരുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് അവർ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആമിയുടെ സ്കൂള് ഇവിടെ തമിഴ്നാട്ടിൽ ചൂടായതുകൊണ്ട് ജൂൺ 10-നാണ് തുറക്കുന്നത്. മിക്കവാറും എല്ലാ സ്കൂളുകൾക്കും അങ്ങനെ തന്നെയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കൂളുകളൊക്കെ അപ്പോഴാണ് കേട്ടോ തുറക്കുന്നത്. അപ്പോൾ അവർക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ ഇനിയേ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അവിടേക്ക് ഒന്ന് ഒതുക്കിയതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞല്ലോ. കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് ഒതുക്കി മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നാട്ടിൽ പോയപ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ലേ, ഫെസ്റ്റിന് പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. മുഴുവൻ ഗരം മസാല ഒരു 100 ഗ്രാമായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഗരം മസാലയാണ് യൂസ് ചെയ്യുള്ളൂ. പുറത്തുനിന്ന് അങ്ങനെ ചിക്കൻ മസാലയോ അങ്ങനെ ഒന്നും മേടിക്കാറില്ല. ഞാൻ നേരത്തെ കല്യാണം കഴിഞ്ഞ ടൈം തൊട്ടേ ഞാനിങ്ങനെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് 100 ഗ്രാമിൻ്റെ അളവുള്ളത് കൊണ്ട് ഞാനതിൽ നിന്ന് കുറച്ച് പട്ട മാത്രം എടുത്ത് മാറ്റിയിട്ട് ബാക്കിയെല്ലാം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ സാധാരണ ഇതുപോലെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകവും ജീരകമൊക്കെ ലാസ്റ്റ് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ചെയ്ത് ശീലിച്ചതുകൊണ്ട് പാടൊന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് റോസ്റ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഒന്ന് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ച് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഗരം മസാല പൊടിച്ചെടുക്കാറുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നായിട്ട് മേടിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് അതിൻ്റേതായ പാകത്തിനിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയുടെ ടേസ്റ്റും മണവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് അതാത് സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് വന്നിട്ട് ഞാൻ രാവിലെ കുക്കിംഗ് കഴിഞ്ഞിട്ട് പിന്നീടുള്ള പാത്രങ്ങൾ കഴുകിയിരുന്നില്ല.
അതിൻ്റെ പാത്രങ്ങളാണ് സിങ്കിൽ കിടക്കുന്നത്. പിന്നെ രാവിലെ കുറച്ച് പാത്രം കഴുകിയതെടുത്ത് വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ അതാത് സ്ഥാനത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണിത്. ഞാൻ നാട്ടിൽ പോയപ്പോഴത്തേനുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചെന്നൈയിൽ നിൽക്കാനാണ് ഇഷ്ടം നാട്ടിലത്തേക്കാളുമെന്ന്. അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ചെന്നൈയിൽ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒറ്റയ്ക്കാണ്, നമുക്ക് വേറെ അങ്ങനെ ഫ്രണ്ട്സോ ഒന്നുമില്ല. ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും ആരുടെയും വീട്ടിലങ്ങനെ പോകാറൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ മാത്രമാണ് പോകുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ചെന്നൈ ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് വന്ന സമയം മുതലേ എനിക്ക് ചെന്നൈ എന്ന് പറയാൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. നമ്മുടെ നാട്ടിലത്തേക്കാളും ഇവിടെ താമസിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമായിരിക്കും. കാരണം എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ഫ്രീ ആയിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ നാട്ടിലത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേറെ ഒരു ശല്യവും ഇല്ല. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇവിടുത്തെ ചൂടാണ്. ചൂട് വരുന്ന സമയത്ത് നമുക്ക് ഒട്ടും താങ്ങാനായിട്ട് പറ്റത്തില്ല. പിന്നെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അടുത്തടുത്ത് വീടുകളും എപ്പോഴും വരാനും പോകാനും ഒക്കെ എപ്പോഴും അങ്ങനെയൊക്കെ ആണല്ലോ. പക്ഷേ ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ച് പോവാം. വേറെ ശല്യങ്ങളൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെന്നൈയിൽ ജീവിക്കാനായിട്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇപ്പോഴും എനിക്ക് അതിൻ്റെ റീസൺ മനസ്സിലായിട്ടില്ല. കല്യാണത്തിന് മുന്നേയും ഞാൻ കോളേജിലൊക്കെ പഠിച്ചിരുന്നപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് എനിക്ക് തമിഴ്നാട്ടിൽ ഇങ്ങനെ പോയി ജീവിക്കണമെന്ന്. അപ്പോൾ ഞങ്ങളുടേത് പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എന്നിട്ടും എനിക്കിപ്പോഴും എനിക്കതൊരു ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അത് കോയിൻസിഡൻസ് പോലെ തന്നെ എനിക്ക് ഇവിടേക്ക് വരാനായിട്ട് പറ്റി. അപ്പോൾ ഹസ്ബൻഡും മലയാളിയാണ്, പക്ഷേ ഇവരിവിടെ സെറ്റിൽഡ് ആണ്. പിന്നെ ഞാനിവിടെ ചെന്നൈയിൽ വന്നപ്പോഴത്തേനും നിങ്ങൾക്ക് അറിയാമല്ലോ ഹസ്ബൻഡിൻ്റെ അമ്മയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും ചെയ്യുന്നതും ഒക്കെ, വേറെ ജോലിക്കും പോകുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ബോറടി പോലെ അങ്ങനെ തോന്നാറില്ല. ചിലപ്പോഴൊക്കെ തോന്നുമെങ്കിലും ഹസ്ബൻഡൊക്കെ രാവിലെ ജോലിക്ക് പോയാൽ നൈറ്റാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണെങ്കിലും എനിക്കെന്തോ ഈ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് ഇരുന്നിരുന്നായിരിക്കണം ആ ഒരു ലൈഫ് ഞാനങ്ങ് എൻജോയ് ചെയ്യേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്കത് തന്നെയാണ് ഇഷ്ടം. ഒരുപാട് ആൾക്കാരോ ബഹളങ്ങളോ ഒക്കെ കാണാനും ഫേസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പോഴും. ഈ ഒരു ഇങ്ങോട്ട് ചെന്നൈ ലൈഫിലോട്ട് വന്നതിന് ശേഷമാണ് കൂടുതലായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുള്ളത്. ആൾക്കാരുമായിട്ട് സംസാരിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമായിരിക്കും. പക്ഷേ എനിക്ക് ഈ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചെന്നൈ ലൈഫ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നാട്ടിൽ നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നൊക്കെയാണ് കോളേജിൽ പഠിച്ചിട്ടുള്ളത്. അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ പുറത്ത് വന്ന് താമസിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനാണ് പിന്നീട് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ്, ഇപ്പോൾ 2-3 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നത്. നല്ലൊരു തകർപ്പം മഴ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ചൂടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനുള്ള ചൂടിൻ്റെ കാര്യം. അങ്ങനെ എന്തായാലും മഴ പെയ്യുമല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ട് അടപ്പായസം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടില്ല ഈ സാധനം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സൂര്യയും പിന്നെ എൻ്റെ വീട്ടിലെ അമ്മയുടെ അടുത്തൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവരൊക്കെ പറഞ്ഞു തന്നതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അടയും ചവ്വരിയും ശർക്കരയൊക്കെ പ്രത്യേകം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട്. ഇനി എൻ്റെ പാനി കാച്ചണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ തേങ്ങാപ്പാലില്ല കേട്ടോ. ഞാൻ സാധാരണ നമ്മുടെ കവർ പാലാണ് എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള പാലാണ്. അത് കുറച്ച് വെള്ളം അധികം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടയൊക്കെ ഒന്ന് വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറേ നല്ല പച്ചവെള്ളം യൂസ് ചെയ്തിട്ട് കഴുകി എടുക്കണം, എന്നാലാണ് വൃത്തിയായിട്ട് ഇരിക്കുകയുള്ളൂ. ആ ഒരു അടയുടെ ഒരു സ്മെല്ല് പോകണമല്ലോ. പിന്നെ ആദ്യമേ തന്നെ അട നന്നായിട്ട് വേവിക്കണം എന്നാണ് പറഞ്ഞത് അവർ. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്താലാണ് പിന്നീട് നമുക്ക് പായസം നന്നായിട്ട് കിട്ടുള്ളൂ. കാരണം നമ്മൾ ഈ ഫസ്റ്റ് ടൈം വേവിക്കുന്നതിനനുസരിച്ചായിരിക്കുള്ളൂ നമ്മുടെ പായസം ഇരിക്കുന്നതും. കാരണം നമ്മൾ പിന്നീട് ഇതിനകത്ത് ശർക്കര പാനിയൊക്കെ ചേർക്കുമ്പോഴത്തേനും പിന്നെ അതിൽ കിടന്നിട്ട് അട അങ്ങോട്ട് വേവത്തില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ നന്നായിട്ട് വേവിച്ച് അതൊന്ന് ഊറ്റിയെടുത്തിട്ട് നന്നായിട്ട് കുറേ വെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. ഇനി പായസം വയ്ക്കാനുള്ള ഉരുളിയിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം ചെയ്യുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത്. പിന്നെ ഇത് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മെയിനായിട്ട് ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പലരും ചെയ്യാത്തത്. ഞാനതുകൊണ്ടാണ് ഇതൊരിക്കലും ചെയ്യാതിരുന്നത്. അപ്പോൾ
ശർക്കര പാനിയിൽ ആടയിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ശർക്കര പാനിയിൽ കിടന്നൊന്ന് ഉരുക്കി നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് വരണം. ഇനി ഇതിനിടയിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചവ്വരി ഒരു 3/4 ഭാഗമാണ് വെന്തിട്ടുള്ളൂ, ഇനിയും വേവാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ അടുത്ത് നിന്നും ആരും പോകാനായിട്ട് പാടില്ല, ഒരാളിങ്ങനെ ഇതിൻ്റെ ചോട്ടിൽ തന്നെ നിൽക്കണം. അപ്പോൾ ചവ്വരിയും അടയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിൽ ആദ്യം 2-ാം പാല് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിന് ശേഷമാണ് ലാസ്റ്റാണ് നമ്മൾ 1-ാം പാൽ ഒഴിക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ 1-ാം പാലിന് പകരം ഞാനിപ്പോൾ പാലിൽ കുറേ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഒഴിച്ച് തിളപ്പിച്ച് വെച്ചിരുന്നതാണ്, അതിനെയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത്. അങ്ങനെ 2-3 തവണ ലൂസാക്കിയിട്ട് ഈ പാലൊഴിച്ചിട്ട് ലൂസാക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ നല്ല കട്ടിയുള്ള കവർ പാൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും പിന്നെ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിനാണെങ്കിൽ തേങ്ങാക്കൊത്ത് വറുക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. പിന്നെ ജീരകം പൊടിച്ചതും നല്ല ജീരകം വറുത്ത് പൊടിച്ചതും പിന്നെ ചുക്ക് പൊടിച്ചതൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല മഴയായതുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഹസ്ബൻഡ് ഇനിയിപ്പോൾ നൈറ്റ് ആകുമ്പോഴത്തേനും വരും, 8:30 ആകുമ്പോഴത്തേനും വരും. അപ്പോൾ ഹസ്ബൻഡിനും കൊടുക്കാമല്ലോ, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ പായസം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ടായിരിക്കുള്ളൂ എടുക്കുന്നത്. ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്ക് ചൂടാക്കി പാലൊഴിച്ചിട്ട് ചൂടാക്കിയിട്ട് എടുക്കാമല്ലോ. ഇതിപ്പോൾ നമുക്ക് ലൂസാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ഞാനിന്നിപ്പോൾ പഴവും പപ്പടവും ഒക്കെ കൂട്ടി മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. നാട്ടിൽ പോയപ്പോഴത്തേനെ ലാസ്റ്റ് ടൈം അമ്മ ഉണ്ടാക്കി തന്നപ്പോൾ ഇങ്ങനെയാണല്ലോ കഴിച്ചത്, അതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. പഴവും പപ്പടവും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് ഉണ്ടാക്കിയതിൻ്റെ കാരണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുവരെയും അടപ്പായസം ഉണ്ടാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സൂര്യയാണിത് എനിക്ക് പറഞ്ഞു തന്നത് റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട്. പിന്നെ അമ്മയും അന്ന് ചെയ്തപ്പോഴത്തേന് ഞാൻ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. അമ്മയോട് ഒരു തവണയും കൂടി ഞാൻ ഡൗട്ട് ചോദിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ അട എന്തായാലും കിട്ടുമല്ലോ, ഇവിടെ കിട്ടത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. സാധാരണ നാട്ടിൽ മറ്റേ പാലടയാണെങ്കിൽ അത് കിട്ടാറുണ്ട്, ഇത് അങ്ങനെ കിട്ടത്തില്ല കേട്ടോ, ഇവിടെ ചെന്നൈയിൽ കിട്ടാനേ ഇല്ല. പല സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ച് നോക്കിയതാണ്. മെയിനായിട്ട് എനിക്കിങ്ങനെ ഈ പീരീഡ്സ് ടൈമിലാണ് ഇതുപോലെ മധുരം കഴിക്കാനായിട്ട് തോന്നുന്നത്. ഞാനും ആമിയും ഹസ്ബൻഡും ഒക്കെ വളരെ കുറച്ച് മധുരം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും ഭയങ്കര ക്രാവിങ്സ് പോലൊക്കെ വരാറുണ്ട്. പ്രഗ്നൻസി ടൈമിലെ ക്രാവിങ്സ് പോലെ തന്നെയാണ് പീരീഡ്സ് ടൈമിലും വരുന്നത്. അപ്പോൾ എനിക്കിതുപോലെ എന്തെങ്കിലും കഴിക്കാനായിട്ട് സ്വീറ്റായിട്ട് കഴിക്കാൻ തോന്നുമ്പോഴത്തേനും ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും. എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്ത വിഭവങ്ങളാണെങ്കിൽ ഹസ്ബൻഡിനോട് പറയുകയാണെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് തരുമോ അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് തരുമൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളി മഴയത്ത് ഈ ചൂട് പായസം കുടിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഹസ്ബൻഡ് നൈറ്റ് വരുമ്പോഴത്തേനും കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.